ഇന്ത്യയുടെ ബഹുസ്വരത, ഉപസംസ്കൃതികൾ തകർക്കപ്പെടുന്നു. ഐതിഹ്യങ്ങളെയും കൽപ്പിത ഭാവനങ്ങളെയും ചരിത്ര സത്യങ്ങളായി അവതരിപ്പിക്കുന്നു. മനുഷ്യന്റെ യുക്തിചിന്തയെയും സ്വാതന്ത്ര്യദാഹത്തെയും ചങ്ങലക്കിടുകയാണ് ലക്ഷ്യം. ഇത് സാംസ്കാരിക ഫാസിസത്തിന്റെ ദൗത്യം തന്നെയാണെന്ന് തിരിച്ചറിയാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയണം. ഗുരുവിൻ്റെ സോദരത്വേന എന്ന സന്ദേശം നമ്മുടെ ഭരണഘടനയുടെ ആമുഖ വചനങ്ങളിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട്. എല്ലാ മതജാതി വൈജാത്യങ്ങളുടെയും വിഭജന മതിലുകൾക്കുമപ്പുറം മനുഷ്യൻ ഒന്നാണെന്നും അത് മനുഷ്യത്വത്തിൻ്റെ ജാതി തന്നെയാണെന്നുമുള്ള കാലാതീതമായ കാഴ്ചപ്പാട് ഗുരു മുന്നോട്ട് വെച്ചു. മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷര മന്ത്രം ചൊല്ലിയില്ലിന്നേ വരെ എന്ന് വയലാർ പാടിയത് മതങ്ങൾക്കുമേലെ മനുഷ്യനെ പ്രതിഷ്ഠിച്ച ഗുരുവിൻ്റെ മധുരോദാരമായ മാനവികതയുടെ ഘോഷണമാണ്. ലോകം നേരിടുന്ന ഏത് സംഘർഷങ്ങൾക്കും ദുരന്തങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന സർവരോഗ നിവാരണി കൂടിയാണ് ഗുരുവിൻ്റെ മനുഷ്യസങ്കല്പം. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴും ആ സങ്കല്പങ്ങൾക്ക് പ്രസക്തി ഏറിവരുന്നു. ഇതുതന്നെ ഗുരുവചനങ്ങളുടെ കാലാതിവർത്തിയായ സാങ്കത്യം വെളിപ്പെടുത്തുന്നു. നമുക്കറിയാം, ഗുരു കേവലം ഒരു സന്യാസിയായിരുന്നില്ല. സാധാരണ സന്യാസ ജീവിതം നയിക്കുന്നവരൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ശുഭങ്കാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ അധ്യാത്മചിന്തകളിൽ മാത്രം മുഴുകിക്കഴിയുകയാണ് ചെയ്യുന്നതെങ്കിൽ ഗുരു ചുറ്റുപാടുമുള്ള ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. മനുഷ്യരിലേക്കും അവരുടെ ജീവിത വഴികളിലേക്കും അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അവിടെ തൻ്റെ മനുഷ്യത്വ മഹാമന്ത്രങ്ങൾ കൊണ്ട് പ്രകാശം ചൊരിഞ്ഞു. അന്ധകാരജടിലമായ ആചാരങ്ങളെ മാത്രമല്ല, അന്ധകാരം കൂടുവച്ച മനസ്സുകളെയും മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഫ്രഞ്ച് ചിന്തകനായ റൊമെയ്ൻ റോളണ്ട് കർമ്മനിരതനായ ജ്ഞാനി എന്ന് ഗുരുവിനെ വിശേഷിപ്പിച്ചത്. ജ്ഞാനിയുടെ ഈ കർമ്മനിഷ്ഠയുടെ പ്രതിസ്പന്ദങ്ങളാണ് ശിവഗിരി തീർത്ഥാടന സന്ദേശത്തിലും നമുക്ക് കാണാൻ കഴിയുക. ഗുരു സമാധിയാകുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് ശിവഗിരി തീർത്ഥാടന സന്ദേശം നൽകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1928 ജനുവരി 16 കോട്ടയം നാഗമ്പടം ക്ഷേത്രത്തിന് സമീപത്തെ ഒരു തേന്മാവിൻ ചുവട്ടിൽ ഗുരു വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൃഹസ്ഥ ശിഷ്യന്മാരായ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും TK കിട്ടൻ റൈറ്ററും ചേർന്ന് ഗുരുവിനോട് തീർത്ഥാടനത്തിന് അനുമതി തേടിയത്. ഗുരു അനുമതി നൽകുകയും ചെയ്തു. ആദ്യം ഗുരു പറഞ്ഞത് ശിവഗിരി തീർത്ഥാടനം ഈഴവരുടെ മാത്രം തീർത്ഥാടനമായി മാറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. എന്നിട്ട് ചില നിബന്ധനകളും ഗുരു ഇരുവരുടെയും മുന്നിൽ വെച്ചു. തീർത്ഥാടകർ ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധികളായ വാക്ശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി എന്നിവ അനുഷ്ഠിച്ച് ആത്മോപദേശ അഷ്ടോത്തരാദി മന്ത്രങ്ങൾ ജപിച്ച് സർവസാഹോദര്യ മന്ത്രങ്ങൾ സ്മരിച്ച് യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പായ
ജനുവരി 1 അറിവിന്റെ തീർത്ഥാടകരായി ശിവഗിരിയിൽ എത്തിച്ചേരണമെന്ന് നിർദ്ദേശിച്ചു. എന്ന് പറഞ്ഞാൽ ശിവഗിരി തീർത്ഥാടനം ഒരു സർവമത ദർശന സമന്വയത്തിന്റെ തീർത്ഥാടനമായിരിക്കണം എന്നാണ് ഗുരു കണ്ടത്. ഇവിടെയും പാപക്കറ കഴുകിക്കളഞ്ഞ് പുണ്യം നേടുക എന്ന കേവലമായ തീർത്ഥാടനത്തിന്റെ സ്ഥലരാശിയിലല്ല ഗുരു സഞ്ചരിച്ചത് എന്ന് കാണാം. മറിച്ച് തന്റെ സന്യാസ ജീവിതത്തിന്റെ അകമ്പൊരുളായ ഭൗതിക ജീവിത പുരോഗതിയുടെ അതിരുകളിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാൻ കൂടി തീർത്ഥാടനം ലക്ഷ്യമിടണമെന്നായിരുന്നു. തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം എന്തെന്ന ഗുരുവിന്റെ ചോദ്യത്തിനു മുന്നിൽ വല്ലഭശ്ശേരിക്കും കിട്ടൻ റൈറ്റർക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഗുരു ഏതു പ്രവർത്തിക്കും ലക്ഷ്യം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൈവിരലുകൾ മടക്കി നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ച 8 കാര്യങ്ങൾ നിർദ്ദേശിച്ചത്: വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നിവയായിരുന്നു ആ 8 വഴികൾ.